വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ഇംപീച്ച്മെന്റ് നടപടികളുടെ ഭാഗമായി ലോക്സഭാ സ്പീക്കർ പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെയായിരുന്നു ഹർജി. ദില്ലി ഹൈക്കോടതി ജഡ്ജിയായിരുന്നപ്പോൾ വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. റഷീദ്, ഏതായാലും ഇനിയിപ്പോൾ ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് പോകുന്നതിന് തടസ്സമില്ല വർമ്മയ്ക്കെതിരായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ഷിജു, വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ യശ്വന്ത് വർമ്മക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഓം ബിർള രൂപീകരിച്ചിട്ടുള്ള അന്വേഷണ സമിതിയെ ചോദ്യം ചെയ്തുകൊണ്ടൊരു ഹർജി യശ്വന്ത് വർമ്മ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ രാജ്യസഭയുടെ അംഗീകാരമില്ലാതെയാണ് ഇത്തരത്തിലൊരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുള്ളത്. അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. പക്ഷേ ഇത് തള്ളുന്ന സമീപനം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇനി ഈ ഒരു ഘട്ടത്തിൽ ഇംപീച്ച്മെന്റ് നടപടികളുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിൽ കണക്കിൽപ്പെടാത്ത പണം ഔദ്യോഗിക വസതിയിൽ നിന്ന് കത്തിക്കരിഞ്ഞ രീതിയിൽ കണ്ടെത്തുകയും പിന്നീട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലടക്കം ആഭ്യന്തര അന്വേഷണം യശ്വന്ത് വർമ്മ നേരിടുകയും ചെയ്തിരുന്നു. ഈ ആഭ്യന്തര അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ പ്രസിഡന്റിനടക്കം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് യശ്വന്ത് വർമ്മക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഹർജി ഇപ്പോൾ തള്ളിയ ഘട്ടത്തിൽ ഇംപീച്ച്മെന്റ് നടപടികളുമായി കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകാം എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ സുപ്രീം കോടതി യശ്വന്ത് വർമ്മ നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു.